സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്കൊരുങ്ങി സർക്കാർ. മാനേജ്മെന്റ് പ്രതിനിധികളുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷം 4:30 മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. സ്കൂൾ സമയമാറ്റമില്ലെന്ന നിലപാട് സർക്കാർ പറയുമ്പോഴും സമരപ്രഖ്യാപനവുമായി സമസ്ത നിലപാട് കടുപ്പിച്ചതോടെയാണ് ചർച്ച. അതേസമയം ചർച്ചയിലൂടെ മതസംഘടനകൾക്ക് സർക്കാർ വഴങ്ങരുതെന്ന നിലപാടിലാണ് BJP. ശ്രീനന്ദ ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനന്ദ, സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്ക് സർക്കാർ തീരുമാനിക്കുമ്പോൾ ഒരുപക്ഷെ സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും രോഹിണി പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് മതസംഘടനകളുടെ ഒരു സമരം, അവർ സമസ്ത സമരത്തിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് മതസംഘടനകൾക്ക്, അവരുടെ മദ്രസകൾക്ക് സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ പോകാനുള്ള സമയം ലഭ്യമാകുന്നില്ല. ഇപ്പോൾ ഈ ഒരു സർക്കാർ 9:45 മുതൽ 9:45 മുതൽ 4:15 വരെയാണ് ഈ സ്കൂൾ സമയം, പഠന സമയം നീട്ടിയിരിക്കുന്നത്. ഈ സമയം കഴിഞ്ഞ് മദ്രസകളിൽ പോകാൻ വിദ്യാർത്ഥികൾക്ക് സമയം ലഭിക്കുന്നില്ല എന്നാണ് സമസ്ത ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിനെതിരെയാണ് പരസ്യമായ സമരത്തിലേക്ക് സമസ്ത നീങ്ങിയിരിക്കുന്നത്. ഈ സമരം ഒത്തുതീർപ്പാക്കണം എന്ന നിലപാടിലാണ് സർക്കാർ. ഇപ്പോൾ ഒരു സമവായ ചർച്ചയാണോ നടക്കാൻ പോകുന്നത് എന്നൊരു ശ്രുതി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇതുവരെയും സർക്കാർ തങ്ങളുടെ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം സർക്കാർ ഇതുവരെയും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നയിക്കുമ്പോൾ ഇതെന്താണ് സർക്കാരിനെ കൊണ്ടെത്തിക്കുക, സർക്കാർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നത് ജനങ്ങൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. മതസംഘടനകൾക്ക് വഴങ്ങരുതെന്ന നിലപാടാണ് ഇതിൽ BJP സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ സമയക്രമങ്ങളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ സമയമാറ്റത്തിൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്ന ഒരു കാര്യമായതിനാൽ ഒരിക്കലും അത് മതത്തിന്റെ പേരിൽ അതിനൊരു രീതിയിലും അത് ബാധിക്കരുത് എന്നൊരു കാര്യമാണ് ഇതിൽ BJP വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് 4:15 കൂടിയാണ് ഈ ഒരു സംഘടനകളും അതുപോലെ തന്നെ മന്ത്രിയും തമ്മിൽ ചർച്ച നടക്കുന്നത്. മന്ത്രിയുടെ ചേംബറിൽ 4:15 ഈ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. എന്തായാലും പരസ്യമായ ഒരു സമരത്തിലേക്ക് സമസ്ത നീങ്ങുന്നത് കണ്ടുകൊണ്ടാണ് മന്ത്രി ഇപ്പോൾ ഈ ഒരു സമവായ ചർച്ച, അല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കാൻ സാധിക്കുമോ എന്നൊരു നീക്കത്തിലേക്ക് മന്ത്രി നീങ്ങുന്നത്. എന്തായാലും ഇത്രയും നാളും നിരവധി തവണ മന്ത്രിക്ക് ഇതിനെതിരായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നെങ്കിൽ പോലും അദ്ദേഹം ഈ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ രണ്ട് സംഘടനകളുമായിരുന്ന ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ ഒരു പരസ്യമായി സമസ്ത രംഗത്തെത്തിയതോടുകൂടിയാണ്, സമരം കടുപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയതോടുകൂടിയാണ് ഈ ഒരു ചർച്ചകൾക്കായി മന്ത്രി ഇപ്പോൾ സമയം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ നമുക്ക് ഇതിന്റെ ഒരു തീർപ്പ് അറിയാൻ സാധിക്കും. എന്തായാലും BJP ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ്. കാരണം ഒരിക്കലും അങ്ങനെ ഒരു മതസംഘടനകളുടെ പേരിൽ വിദ്യാർത്ഥികളുടെ സമയം മാറ്റേണ്ട, അല്ലെങ്കിൽ സ്കൂൾ സമയം, പഠന സമയം മാറ്റേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് BJP പറയുന്നത്. എന്തായാലും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് എന്തായാലും ഇതിനെതിരായ ഒരു കൃത്യമായ ഒരു മറുപടി തന്നെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രോഹിണി. ശരി ശ്രീനന്ദ, മതസംഘടനകൾക്ക് വഴങ്ങുകയാണോ സർക്കാർ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. സ്കൂൾ സമയമാറ്റത്തിൽ മതസംഘടനകളുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 4:30 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചേംബറിലാണ് ചർച്ച. മദ്രസ വിദ്യാഭ്യാസ ബോർഡ് അംഗങ്ങളാണ് ചർച്ചയിൽ പങ്കെടുക്കുക. സമസ്തയുടെ സമരപ്രഖ്യാപന ഭീഷണിക്ക് പിന്നാലെയാണ് സർക്കാർ ചർച്ചയ്ക്ക് വഴങ്ങിയിരിക്കുന്നത്.